ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SIT സംഘത്തിന്റെ പരിശോധന സന്നിധാനത്ത് തുടരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് പരിശോധന ആരംഭിച്ചത്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന കട്ടളപ്പാളി, പ്രഭാമണ്ഡലം എന്നിവയാണ് പരിശോധിക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ രമേശ്, ഇപ്പോൾ സന്നിധാനത്ത് SIT സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? അമൽ, ഇന്ന് രാവിലെയാണ് SP ശശിധരൻ അടക്കമുള്ള SIT സംഘം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോയത്. ഇന്നലെയാണ് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചത് സന്നിധാനത്ത് പരിശോധന നടപടികൾ നടത്തുവാനായിട്ട്. അതിനുശേഷം ഇന്ന് നടയടച്ചതിന് ശേഷമാണ് പരിശോധന നടപടികൾ ആരംഭിച്ചത്. ഉച്ചയോടുകൂടി പരിശോധന ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോഴും ആ പരിശോധന സന്നിധാനത്ത് തുടരുകയാണ്. പ്രധാനമായിട്ടും സന്നിധാനത്തെ സ്ട്രോങ് റൂമിലുള്ള പ്രഭാമണ്ഡലം, അതോടൊപ്പം തന്നെ പഴയ കട്ടളപ്പാളി എന്നിവയുടെ പരിശോധനയാണ് ഇന്ന് SIT സംഘം നടക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന്റെ കൂടി നേതൃത്വത്തിൽ, സഹായത്തിലാണ് ഈ പരിശോധന നടപടികൾ SIT സംഘം നടത്തുന്നത്. ഒപ്പം തിരുവാഭരണം കമ്മീഷണർ അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനയുടെ ഭാഗമായിട്ട് സന്നിധാനത്ത് ഉണ്ട്. ഒപ്പം ദേവസ്വത്തിന്റെ മറ്റ് ഉദ്യോഗസ്ഥരോടും അവിടെയുള്ള ഉദ്യോഗസ്ഥരോടും അവിടെ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം SIT സംഘം നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരിൽ നിന്നടക്കം വിവരങ്ങൾ ചോദിച്ചറിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഇത് മൂന്നാമത്തെ തവണയാണ് SIT സംഘം സന്നിധാനത്ത് പരിശോധന നടത്തുന്നത്. മുമ്പ് 2 തവണ സ്ട്രോങ് റൂം അടക്കം തുറന്ന് പരിശോധിക്കുകയും എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്നുള്ള രേഖകളുടെ വിശദാംശങ്ങളടക്കം അന്വേഷണ സംഘം തേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്ന വേളയിൽ ഇന്നലെയാണ് ഹൈക്കോടതിയിൽ വീണ്ടും സന്നിധാനത്ത് പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം SIT അറിയിച്ചത്. തുടർന്ന് ഹൈക്കോടതി അതിന് അനുമതി നൽകുകയും ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്നാണ് എന്തായാലും ഇന്ന് പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ പരിശോധനാ നടപടികൾ വരുന്ന ദിവസങ്ങളിലെ അന്വേഷണത്തിൽ നിർണായകമാകും. പ്രത്യേകിച്ച് ഫെബ്രുവരി 9-ാം തീയതി വീണ്ടും ഒരു അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ആ റിപ്പോർട്ടിലടക്കം ഉൾപ്പെടാൻ സാധ്യതയുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇന്നത്തെ പരിശോധനയിൽ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനാകും, ലഭിക്കാനാകും, ശേഖരിക്കാനാകും എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അമൽ, ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SIT സംഘത്തിന്റെ പരിശോധന സന്നിധാനത്ത് തുടരുകയാണ്. ഇന്ന് ഉച്ചയോടെയാണ് പരിശോധന ആരംഭിച്ചത്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന കട്ടളപ്പാളി, പ്രഭാമണ്ഡലം എന്നിവയാണ് പരിശോധിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.